ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആതിര. ഫസ്റ്റ് ടൈമാണ് ഈവനിങ് ഷോർട്സ് ചെയ്യുന്നത്. കാരണം ഒരുപാട് സംസാരിച്ചിട്ടുള്ള ശീലം എനിക്കില്ല. അതുപോലെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒട്ടും അറിയില്ല. ഡാൻസിൻ്റെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഹസ്ബൻഡ് ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ കൈ കടത്താറില്ല. പക്ഷേ എനിക്കിതെന്തോ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്ത് എങ്ങനെയൊക്കെയോ എഡിറ്റ് ചെയ്തു. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറവൊക്കെ നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞു മുറി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം, അതുപോലെ പില്ലോ കവർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം ഒതുക്കി മാറ്റി വെച്ച് ഇനി റൂമൊന്ന് അടിച്ച് വാരണം. ചൂലൊക്കെ എടുത്ത് വേഗം അടിച്ചു വാരി ഇനി നമ്മുടെ ബെഡ്ഷീറ്റ് കഴുകാനിടണം. അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടിട്ട് പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ച് വന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. ചായക്ക് വെള്ളം വെച്ചപ്പോഴാണ് നമുക്കിന്ന് ക്യാപ്പിച്ചിനോ കുടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ടു. ഈ ക്യാപ്പിച്ചിനോ പൗഡറിലെല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് മധുരം രണ്ടാമത് വേണം. എനിക്കിഷ്ടമായതുകൊണ്ടാണ് രണ്ടാമതിട്ട്. ഇനി നമ്മുടെ കപ്പിലേക്ക് തിളച്ച വെള്ളം കൂടെ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ ക്യാപ്പിച്ചിനോ പൗഡർ പൊട്ടിച്ചിട്ടിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പാക്കറ്റ് കൊക്കോ പൗഡറും കിട്ടും. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്പിച്ചിനോ റെഡി. ഇതാണ് നമ്മുടെ വിൻഡോയിൽ നിന്നുള്ള വ്യൂ. നല്ല വെയിലാണ് ഇവിടെ. അതും ആസ്വദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്യാപ്പിച്ചിനോ കുടിക്കുന്നത്. ഇന്ന് ഡിന്നറിന് ഇവിടെ പാസ്ത ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെ അത് അറിയില്ല, ആദ്യമായിട്ടാണ്. എന്താവുമെന്ന് നോക്കാം. ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ വന്ന് നിന്നത്. മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ കൊട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. ഹെൽപ്പൊന്നും ചെയ്തില്ല, അതൊക്കെ പോട്ടെ. പാസ്ത എന്തായാലും തിളച്ചു. അതിൽ വെള്ളം മാറ്റി നമ്മൾ പാസ്ത വേറെ പാത്രത്തിലാക്കി ആക്കി. എണ്ണ ഒഴിച്ചു. അതേപോലെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അടുത്തത് സബോള ഇട്ട് മിക്സ് ചെയ്തു. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ട് ഒന്നുകൂടി ഇളക്കി. അതിനുശേഷം ടൊമാറ്റോ സോസ് ഒഴിച്ചു, വെള്ളം ഒഴിച്ചു, നന്നായി മിക്സ് ചെയ്തു. പാസ്ത ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ലാസ്റ്റ് കുരുമുളക് ഇട്ടു, കഴിഞ്ഞു. ഇനി നമ്മൾ പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, കൊള്ളാവോ ചോദിച്ചപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്ത് കൊടുത്താലും നന്നായി എന്നേ പറയുള്ളൂ, പാവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.